കഠിനമായ കാലാവസ്ഥയിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനുള്ള മെച്ചപ്പെട്ട നടപടികളുമായി കുവൈറ്റ്. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ പകൽ സമയങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ തൊഴിലാളികളെ ജോലിക്കെടുക്കുന്നത് നിരോധിച്ചുകൊണ്ട് കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ പുതിയ മന്ത്രിതല പ്രമേയം പുറപ്പെടുവിച്ചു. 2026 മന്ത്രിതല പ്രമേയപ്രകാരം രാവിലെ 11-നും വൈകുന്നേരം 4-നും ഇടയിൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത് നിരോധിക്കും. വർദ്ധിച്ചുവരുന്ന താപനിലയും മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളും കണക്കിലെടുത്ത് തൊഴിൽ സുരക്ഷയും ആരോഗ്യ നിലവാരവും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ തീരുമാനത്തിന്റെ ലക്ഷ്യമെന്ന് അതോറിറ്റി പറഞ്ഞു. പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന്റെ ഡയറക്ടർ ബോർഡ് ചെയർമാനായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫാണ് പ്രമേയം പുറപ്പെടുവിച്ചത്. കാലാവസ്ഥ, പാരിസ്ഥിതിക വ്യതിയാനങ്ങളെ ആശ്രയിച്ച് കർഫ്യൂവിന്റെ സമയമോ ദൈർഘ്യമോ ഭേദഗതി ചെയ്യാൻ പുതിയ നിയമങ്ങൾ അതോറിറ്റിക്ക് അധികാരം നൽകുന്നുണ്ടെന്ന് അതോറിറ്റി ഡയറക്ടർ ജനറൽ റബാബ് അൽ ഒസാമി പറഞ്ഞു. പൊടിക്കാറ്റ്, കനത്ത മഴ, അസാധാരണമായ ഉയർന്ന താപനില അല്ലെങ്കിൽ ഈർപ്പം, പ്രകൃതി ദുരന്തങ്ങൾ, പകർച്ചവ്യാധികൾ, അടിയന്തര സാഹചര്യങ്ങൾ എന്നിവ ഉൾപ്പെടെ തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന അപകടകരമായ കാലാവസ്ഥ അല്ലെങ്കിൽ പാരിസ്ഥിതിക സാഹചര്യങ്ങളിലും നിരോധനം നടപ്പിലാക്കുമെന്ന് അവർ കൂട്ടിച്ചേർത്തു. തൊഴിൽ പരിശോധനാ വകുപ്പിൽ നിന്ന് മുൻകൂർ അനുമതി നേടുകയും എല്ലാ തൊഴിൽ സുരക്ഷാ ആവശ്യകതകളും പാലിക്കുകയും ചെയ്താൽ മാറ്റിവെക്കൽ കഴിയാത്ത ചില അടിയന്തര സാങ്കേതിക പ്രവർത്തനങ്ങൾ ഈ തീരുമാനം ഒഴിവാക്കുന്നു. അടിയന്തര അറ്റകുറ്റപ്പണികൾ, പൊതുസേവനങ്ങൾ, സുപ്രധാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.